ഹലോ കുഞ്ഞുമക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ പൂൾ ഗിവ് അവേയുടെ റിസൾട്ടും കൂടെ പറയുന്നുണ്ട്. പിന്നെ ഇത് മുഴുവൻ നിറയ്ക്കുന്നത് കണ്ടു, ഇത് മുഴുവൻ ഇനി ഡ്രെയിൻ ചെയ്ത് കാണണ്ടേ. അപ്പം ആ വീഡിയോയും കൂടിയാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു 3000-4000 മേലെ കമൻസ് വരാൻ തുടങ്ങി. കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ ക്വിക്കായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്ത നമ്മൾ ആക്ച്വലി ഒരാളെയാണ് പ്ലാൻ ചെയ്തത്. 2 പേര്, അത് സജഷൻ ഡാഡി ആട്ടോ, അങ്ങനെ ചെയ്യേണ്ട, പിന്നെ 2 പേർക്കും കൂടി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 2 പേർക്ക് നമ്മളൊരു അടിപൊളി ഇൻഡെക്സിൻ്റെ ഒരു പൂള് മാത്രം കൊടുത്താൽ പോരാ ടിയാ, അത് നിറയ്ക്കാനുള്ള ഒരു മോട്ടർ കൂടി ഉണ്ട്, അതും കൂടെ നിമിഷാൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇല്ലാ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അച്ഛനെ വിളിച്ച് അത് വാങ്ങിച്ചിട്ട് വരാൻ, ഇത് വാങ്ങിച്ചിട്ട് വരാൻ പറ്റും, അങ്ങനെയൊക്കെ പറയും. അപ്പം അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് നിമിഷാൻ്റെ ചെയ്തത് പൂൾ പ്ലസ് മറ്റേ സാധനം എന്താണ്, എയർ പമ്പ്. ഓക്കെ, അപ്പം വിന്നേഴ്സ് 2 ക്യൂട്ടായിട്ടുള്ള മുത്തുമണീസാണ്. ഒരാൾ ഫ്രം മലപ്പുറം, പിന്നെ ഒരാൾ ഫ്രം പത്തനംതിട്ട. 2 സുന്ദരി കുഞ്ഞുമണികളാണ്. ഒരാളുടെ അവര് സിസ്റ്റേഴ്സാണ്. അപ്പം ആദ്യത്തെ വിന്നർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഈ 2 സുന്ദരി മണികളാണ്, സിസ്റ്റേഴ്സാണ് തോന്നുന്നു കേട്ടോ, ചേച്ചി അനിയത്തിയാണ് തോന്നുന്നു. അപ്പോൾ വിന്നർ ഒരാൾ ഫസ്റ്റ് വിന്നർ ഇയാളാണ്. അപ്പോൾ പൂൾ എൻജോയ് ചെയ്തോളൂ. ആ കുഞ്ഞു എനിക്ക് ഫോട്ടോ അയച്ചു തരണം കേട്ടോ, പൂളിൽ ഇരിക്കുന്ന ഫോട്ടോ അയച്ചു തരണം. മുത്തുമണീസ് പേര് ഓർക്കുന്നില്ല, നിമിഷാൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്നായിരിക്കും അത് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഐ തിങ്ക് ഇവർ ഫ്രം പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു. അടുത്തൊരാൾ മലപ്പുറത്ത് നിന്നാണ്, പേര് ഫഹ്മിയ സി എന്നാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ കാണിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ അവരുടെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇവർ 2 പേരുമാണ് വിന്നേഴ്സ്. അപ്പോൾ നമ്മളുടെ ഡാഡിയുടെ സജഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഗിവ് അവേ കൊടുക്കണം എന്നാണ്. പക്ഷെ മടിച്ച് നിമിഷാൻ്റെ ഇത് നടക്കുന്ന പരിപാടിയല്ല. നിമിഷാൻ്റെ നല്ല മടിച്ചാണ് ഗൈസ്. അപ്പോൾ നല്ലൊരു പൂൾ കേട്ടോ. അപ്പോൾ ഈ പൂളിൻ്റെ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു. ഇത് ഇത്രയും വലിയ പൂളൊന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. വെള്ളം അത് ഇതാക്കും, അത് നമുക്ക് ചൂട് സമയത്ത് ഇതിപ്പം 2 ദിവസം യൂസ് ചെയ്ത് നമുക്ക് വേർത്താണ്. കാരണം നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് എത്ര വലുതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വാങ്ങുന്നവർ കുറച്ച് ഒരു മീഡിയം സൈസ്, അതെ വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡ്രെയിൻ ചെയ്യണതെന്നും കൂടി നിങ്ങൾ കാണണം. ഇനി നമ്മൾ കുറച്ച് ഇല്ല, തെറിച്ചൊന്നും വരില്ല. നീ തുറന്നു വിട്. പിന്നെ മറ്റേ ക്യാപ്പ് റിലീസ് ചെയ്യണം. ഏതാ കറുപ്പ് ക്യാപ്പില്ലടാ, വേഗം ഓപ്പൺ ആക്കടാ. എടാ ഒന്നും വരണില്ലയോ? അതെന്താ വരാത്തെ വന്നാ കൃഷ്ണ, പണി പാളിയോ ഗൈസ്. ഈ വെള്ളമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മളൊരു പൈപ്പ് വെച്ചിട്ട് ചെടികൾക്കൊക്കെ നനയ്ക്കും കേട്ടോ. അത് ആൻറ്റി വന്ന് നമ്മൾ സെറ്റാക്കും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്രെയിനേജ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു. പിന്നോ ഓക്കെ, ഇതിൻ്റെ ഇവിടെ നിന്ന് എടുക്കണം ഗൈസ്. ഇത് ഇവിടെ ഒരു വെള്ളം പോയിട്ടിയാ. ഇനി ആ സൈഡ് ഈ വെള്ളം മുഴുവൻ എവിടെ പോവും ഗൈസ്? മാറ്റിലൊക്കെ ആയി. നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും കൂടെ ഓട്ടിക്കും. സുംപപ്പാട്ടിയ ഡാഡി വരുമ്പോഴേക്കും നിക്ക് ഇതിനൊരു വഴി തീർക്കും. ഇതിപ്പോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ വീട് മൊത്തം പോവോ? അമ്മ അച്ചപ്പ വരും, വടി കൊണ്ട് വരും. കുഴപ്പമില്ല. ഇപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കാണ്. ഇതിലൂടെ ഇപ്പൊ ചാടും, ഇപ്പൊ പൊട്ടിക്കും. പൊട്ടി ഗൈസ്. അങ്ങനെ ഈ സൈഡും കൂടെ തുറന്നു വിട്ടിട്ടുണ്ട് മൊത്തം ഗൈസ്. സംഗതി ഞാൻ പറയുന്നത് ഒന്നും വിചാരിക്കരുത്. കാര്യം ഇത്ര വെള്ളം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താട്ടോ. എനിക്ക് വേസ്റ്റ് ഇല്ല, നമ്മൾ വേസ്റ്റ് അല്ല. പാൻറ്റി വന്നിട്ട് ഇവിടെ നിന്ന് പൈപ്പ് ഇട്ടിട്ട് നമുക്ക് എല്ലാ ചെടികളിലേക്കും നനയ്ക്കാം. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മളിത് ഓഫ് ചെയ്യും കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഡ്രെയിൻ ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ സൈഡുണ്ടോ? ഈ 2 സൈഡും കൂടെ വെള്ളം ഇങ്ങനെ തുറന്ന് പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതാവുന്നത്. അപ്പോൾ വെള്ളം പോവൽ ഇത്തിരി പ്രശ്നമാണ്.
നമ്മളുടെ വീട്ടിൽ മൊത്തം വെള്ളമായി സുമ്പപ്പ തങ്കുച്ചേച്ചി പൊന്നിച്ചേച്ചി ഒക്കെ ഇപ്പം എന്ത് ചെയ്യുന്നാണ്. ഏത് താഴത്തെ? ആ ശരിയാണല്ലോ, താഴത്തെ ഒരു സാധനം ഉണ്ടല്ലോ ടിയാ. ഗൈസ് ഇവിടെ ഒരു താഴെ ഇങ്ങനെ രണ്ടെവിടെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം ഇങ്ങനെ കളയുന്നില്ല. ഇനി അതിനാരും നെഗറ്റീവ് പറയണ്ട, ജസ്റ്റ് വീഡിയോയിലേക്ക് വേണ്ടി കാണിച്ചതാണ്. വിളിച്ചിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് നമ്മളെല്ലാ ഗാർഡനിലും സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടബ് ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കേട്ടോ. പാൻറ്റി വന്ന് ഇവിടെ മൊത്തം വൃത്തിയാക്കുമ്പോൾ ഓൾറെഡി ഇവിടെ നിറച്ചും ചളിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കും. കളിക്കാൻ രസമുണ്ട്, വെള്ളം ഇങ്ങനെ കളയരുത് മോളെ. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി സമയം എല്ലാം കഴിഞ്ഞു. നമ്മൾ വെള്ളം എല്ലാം ചെടികൾക്കും കാര്യങ്ങൾക്കൊക്കെ ഒഴിച്ച് അവസാനം ഈ വെള്ളം നമുക്ക് എങ്ങനെയും എടുക്കാൻ പറ്റില്ല അല്ലേ ടിയ? അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് കലാപരിപാടികൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ടിയ, സ്റ്റാർട്ട്. ഞങ്ങൾ കുറച്ച് നേരമായി ഗൈസ് വലുത് വാങ്ങണതിൻ്റെ, അതായത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് നല്ല എൻജോയബിൾ ആണ്, പക്ഷെ നെഗറ്റീവും കൂടി നിങ്ങളിത് കേൾക്കണം. ഓക്കെ, ഇതെങ്ങനെ ഇത്രയും വെള്ളം നിങ്ങൾ കളയും? ഇതിൻ്റെ അടിയിൽ മറ്റേത് തുറക്കാനില്ലേ നിമിഷാൻ്റി എന്ന് ചോദിക്കുന്നവർക്ക് 2 ഉണ്ട് ഗൈസ്. അത് 2ലും നമുക്ക് വർക്കാവുന്നില്ല, വേദനിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ കുറച്ച് അവിടെ താഴ്ത്തിയിട്ട് വെള്ളം അങ്ങോട്ടേക്ക് കളയും. അങ്ങനെ അതല്ല അതാണ് അങ്ങനെ തന്നെ ഗൈസ്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ എല്ലാം ചെടികൾക്കൊക്കെ ഒന്നാക്കി. പക്ഷേ ഇത്രയും വെള്ളം ഗൈസ് പ്രശ്നമാണ്. ഇതെങ്ങനെ പക്ഷെ എന്നിട്ട് നമ്മൾ തളരില്ല അല്ലേ ടിയ? വെക്കേഷൻ ഫണ്ണൊക്കെ തന്നെയാണ്, പക്ഷേ ആള് വയ്യാതെ ആയിട്ടുണ്ട്, മമ്മയും വയ്യാതെ ആയിട്ടുണ്ട്. ഓക്കെ 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 അല്ല ട്രൈ ചെയ്യാം ഒന്നും കൂടെ. ഒന്ന് ചുരുട്ടിയിട്ട് അങ്ങോട്ട് ഇതാക്കാം. ഈ താഴത്തെ വെള്ളം കേട്ടോ, ഇത് എങ്ങനെയാണ് ഇവർക്ക് അടിയിലൊരു സാധനം വെച്ചുകൂടെ അല്ലേ ടിയ? എന്തൊരു കഷ്ടം അത്. ഒന്നിങ്ങനെ അമർത്തിക്കേ, നന്നായി അമർത്ത്. ഓക്കെ കണ്ടോ, ഇങ്ങനെ അമർത്തുമ്പം വെള്ളം പോകുന്നില്ല. നിമിഷാൻ്റെ ഇങ്ങനെ ആക്കണം. നമുക്കിത് ഇങ്ങനെ കുറച്ചിങ്ങനെ ആക്കാം. അപ്പോൾ ടീക്കുട്ടിക്ക് എത്ര കിട്ടും നോക്കാം കേട്ടോ ഗൈസ്. ഇതേ കണ്ടോ പോയില്ലേ? പക്ഷെ ചെയ്യാൻ പറ്റും, തിരിച്ചിങ്ങോട്ട് വരികയാണ്. പക്ഷെ എങ്ങനെയും നമുക്ക് സെറ്റാക്കാൻ പറ്റില്ല ഗൈസ്. പക്ഷെ മതിയോ? അത്ര തന്നെ മമ്മയ്ക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും? പെട്ടു ഗൈസ്, മാട്ടി. അപ്പോൾ ഇന്നിപ്പോൾ ടീക്കുട്ടിക്ക് ഇനിയിപ്പോൾ എക്സാം മറ്റേ ക്ലാസ് ഒന്നും ഇല്ല ഗൈസ്, ചൂട് കാരണമൊക്കെ മാറ്റി ഇപ്പോൾ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെ ആനിമെ കാണാൻ തുടങ്ങി? ഞാൻ ആനിമെ കാണാൻ തുടങ്ങി. ഓക്കെ, ഞാൻ ഫസ്റ്റ് കണ്ടത് ജുജുത്സു കൈസറാണ്. ജുജുത്സു കൈസർ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആനിമയാണത് ഗൈസ്. ഇപ്പൊ ഞാനത് കണ്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് കമന്റ് ചെയ്യണം. എന്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് നൊബാറായി ഒരു പേര് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ ഒരു ഗേളാണ്, എന്ത് ക്യൂട്ടാണെന്ന്. ഇത് പോയല്ലേ എടാ, എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലടാ. ഇതെന്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ കമന്റ് ചെയ്യാ. ഓക്കെ ഓക്കെ. നിമിഷാന്റിക്ക് ഇതിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ ഗൈസ്. ഈ ഗെയിം നിമിഷാന്റിക്ക് എന്താ? ഗെയിം അല്ല, ഇത് പിൻട്രസ്റ്റ് ആണ്. ഞാൻ പിൻട്രസ്റ്റിലാണ് ഫോട്ടോസ് ഒക്കെ ഇപ്പൊ കാണിച്ചു തരുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മ ഇപ്പോഴും ഗ്രാനിയും ആ ടോമില്ലേ, ടോക്കിംഗ് ടോം, മമ്മ അവിടെ തന്നെയാണ് നിൽക്കുന്നത്, ഡാഡിയും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല ഗൈസ്. ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് ബ്ലൂ ലോക്ക് പറഞ്ഞിട്ടൊരു ആനിമെ. അതൊരു ഫുട്ബോളിന് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ പകുതിയെ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ സ്പൈ ഫാമിലി എന്തോ. എടാ നീ ഒരു ബുക്ക് വാങ്ങിച്ചില്ലേ? ഇന്ന് വരെ ബുക്സ് വാങ്ങിക്കാത്ത ടീക്കുട്ടി വാങ്ങിച്ചൊരു ബുക്കാണ് ഗൈസ്, ആനിമയുടെ ഒരു ബുക്ക്. എന്നിട്ട് അത് തിരിച്ചു വായിക്കുക. അല്ല, അത് ജാപ്പനീസ് തിരിച്ചിട്ടാണ് വായിക്കുക. അയ്യോ, ഈ കുട്ടി ഇത് പുതിയൊരു സംഭവം ഇതുപോലെ. ജുജുത്സു കൈസറിന്റെ മാങ്ക വായിച്ചോണ്ടിരിക്കുകയാണ് ഞാനുണ്ടല്ലോ. മാങ്ങയോ? ടിയമാമയ്ക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്താ പറയാ, മാങ്കയാണ് തോന്നുന്ന പ്രൊണൗൺസിയേഷൻ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാനത് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി കൊറേ വായിക്കാൻ, ഇത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ ഈ വായിക്കുന്ന മലയാളം ഏതെങ്കിലും ഒന്ന് ഇത്രയും വായിക്കാനുണ്ട്. എന്റെ ഗുഡ് ആട്ടോ, വായിക്കുന്നത് വളരെ നല്ല ഹാബിറ്റ് ആണ്. പക്ഷേ മനുഷ്യന്മാർക്ക് അറിയുന്ന വല്ല സംഭവങ്ങള് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇത് മൊത്തം സ്പോയിലേഴ്സ് ആയിരിക്കും. അപ്പൊ വീഡിയോ കട്ടാക്കിക്കോളൂ. എന്തോടോ എനിക്ക് നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ
ഞാൻ ഒരു സങ്കടം കാണിച്ചു കേട്ടോ. ഈ കുട്ടി എന്താ പറയണ നിമിഷം ഇവിടെയൊക്കെ ഇതാണ് തോന്നുന്നു. ഇരുന്ന് വായിക്കാട്ടോ. ഇതൊക്കെ നല്ലൊരു കോമഡി ആയിട്ടുള്ള സീനല്ലേ? ഒക്കെ നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ടിയ എനിക്ക് ഒന്നും തോന്നില്ല ഗൈസ്. ടിയ കുട്ടിയുടെ ഒരു ഇപ്പൊ ആരത് ഗൂജോ ഇപ്പൊ ഒരു 1 month ആയിട്ട് ടീക്കുട്ടി മമ്മയ്ക്കും ഡാഡിക്കും ഇങ്ങനെ കുറെ സംഭവങ്ങൾ കാണിച്ചു തരും. അപ്പം മമ്മ ഡാഡിയും കൂടെ ഹായ് പറയും. പക്ഷെ ഒന്നും മമ്മയ്ക്കും ഡാഡിക്കും മനസ്സിലാവില്ല. പക്ഷെ എന്താ സുക്കുനിയോ അയാളെ കൊന്നത് ഗൂജോനെ. അയ്യോ എനിക്ക് വയ്യ. അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അയ്യോ ഈ കുട്ടി ആയിട്ടുണ്ട് നോക്ക്. എടാ മമ്മയ്ക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മമ്മയ്ക്ക് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഗിവ് അവേ കൊടുത്താലോ ടിയ? കൊടുക്കാലോ. ഓക്കെ, അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ വിന്റർ വർഷിപ്പ് ശരിക്കും നട്ടുവരെ പിരിയണം. ബൈ ബൈ.